രമേശ് ചെന്നിത്തലയും വി ഡി സതീശനും രണ്ടുപേരും നിയമസഭയ്ക്കകത്തും പുറത്തും ഇടതുപക്ഷ സർക്കാരിനെതിരെ വ്യാപകമായ കടന്നാക്രമണം നടത്തിയ രണ്ട് പ്രതിപക്ഷ നേതാക്കന്മാരാണ്. ഇവരിൽ കെ സുധാകരന് ഏറ്റവും താല്പര്യം ആരോടാണ്? എനിക്ക് രണ്ടുപേരോടും തുല്യ താല്പര്യമാണ്. കാരണം എന്താ വെച്ചാൽ ഇവരുടെ ജോയിൻ്റായ ഫൈറ്റാണ് നമുക്ക് അനിവാര്യത. വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തെ തോപ്പിച്ച് പിന്നാമ്പുറത്തിരുത്തണമെങ്കിൽ ഒരുമിച്ചുള്ള ഒറ്റക്കെട്ടായുള്ള പ്രവർത്തനമാണ് ആവശ്യം. ആ ആവശ്യത്തിലേക്ക് പോകണമെങ്കിൽ ഒരു മനസ്സായി പോകണം, നമുക്ക് സാധിക്കണം. അതെൻ്റെ കാഴ്ചപ്പാടും അത് തന്നെയാണ്. സതീശനുമായിട്ടാണോ രമേശ് ചെന്നിത്തലയുമായിട്ടാണോ, ഇവരിൽ ആരുമായിട്ടാണ് രണ്ടുപേരോടും പൊളിറ്റിക്കൽ ഇൻറ്റിമസി? രണ്ടുപേരോടും പൊളിറ്റിക്കൽ ഇൻറ്റിമസി തന്നെ. പ്രതിപക്ഷ നേതാവോട് എനിക്ക് പൊളിറ്റിക്കൽ ഇൻറ്റിമസി ഇല്ലാതിരിക്കുമോ? മുൻ പ്രതിപക്ഷ നേതാവും ഇന്നത്തെ വർക്കിംഗ് കമ്മിറ്റി മെമ്പറും ഒക്കെ ആയ രമേശ് ചെന്നിത്തലയുടെ എനിക്കങ്ങനെ അദ്ദേഹത്തോട് നിൽക്കാം. ഞങ്ങൾ വളരെ സൗഹാർദ്ദത്തിലാണ് ഏറെയും. ഈ പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പിൻ്റെ ഫലം പ്രഖ്യാപിച്ചതിന് പിന്നാലെ നടന്ന ഒരു വാർത്താ സമ്മേളനത്തിൽ ഉണ്ടായ ചില അഭിപ്രായ വ്യത്യാസങ്ങൾ അത് പരസ്യമായി മറനീക്കുന്ന സാഹചര്യം, അങ്ങനെ ഒരു സാഹചര്യം ഒഴിവാക്കേണ്ടിയിരുന്നതാണ് എന്ന് എപ്പോഴെങ്കിലും അങ്ങേക്ക് തോന്നിയിട്ടുണ്ട്? പത്രസമ്മേളനത്തിൽ തീർച്ചയായിട്ടും ഒരുപാട് വിമർശനങ്ങൾക്ക് അഭ്യൂഹങ്ങൾക്കൊക്കെ അത് വഴിവെച്ചിരുന്നു. പത്രസമ്മേളനത്തിൻ്റെ അകത്ത് ഞാനൊന്നും ചെയ്തിട്ടില്ല, പക്ഷെ ഞാനതിന് വിധേയനായിപ്പോയി. ആവശ്യമില്ലായിരുന്നു ആ കാര്യങ്ങൾ പറഞ്ഞ് പിന്നീട് സെറ്റിൽ ചെയ്തു. പിന്നെന്താ, തീർച്ചയായിട്ടും. അപ്പോൾ രണ്ട് ചോദ്യങ്ങൾ കൂടി മാത്രമാണ് അങ്ങേക്ക് തിരക്കുണ്ടെന്നറിയാം. അതായത് ഈ SNDPയുമായും വെള്ളാപ്പള്ളി നടേശനുമായും അങ്ങേക്ക് നേരത്തെ മുതൽ ഒരു ആത്മബന്ധമുണ്ട് എന്ന കാര്യം ഞങ്ങൾക്കറിയാം. പക്ഷേ ഈ KPCCയുടെ അധ്യക്ഷ പദവിയിൽ കെ സുധാകരൻ തന്നെ തുടരണം എന്ന ഒരു നിലപാടിന് പിന്നിൽ NSSൻ്റെ ഒരു സ്വാധീനം കൂടി ഉണ്ടായിരുന്നു. NSSും ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയായിരുന്നു എന്ന സൂചനകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഈ G സുകുമാരൻ നായരുമായും ഈ വെള്ളാപ്പള്ളി നടേശനുമായിട്ടുള്ള അതേ ആത്മബന്ധം തന്നെ അങ്ങ് കാത്തു സൂക്ഷിക്കാൻ? ഞാൻ ഇവരോടെല്ലാം ഒരേപോലെ ബന്ധം, നല്ല ബന്ധം മെയിൻറ്റെയിൻ ചെയ്യുന്നവരാണ്. സുകുമാരേട്ടനെയും ചേട്ടനെയും ഞാൻ കാണാൻ പോകാറുണ്ട്. വെള്ളാപ്പള്ളി ചേട്ടൻ ഇന്നലെ വരെ ഞാൻ ഫോൺ ചെയ്തിരുന്നു. പുള്ളിക്ക് സുഖമില്ല, കിടക്കുകയെന്ന്. അദ്ദേഹത്തോട് സംസാരിച്ചിരുന്നു. അതുപോലെ നമ്മൾ ബിഷപ്പുമാരെയൊക്കെ ഞാൻ മിക്കവാറും ബിഷപ്പുമാരെയും ഞാൻ നേരിട്ട് കാണാറുണ്ട്. എനിക്ക് അതിനോടൊക്കെ ബഹുമാനമാണ്, ആദരവാണ്. അവരെയൊക്കെ എന്നും നമ്മളൊരു സമൂഹത്തിൻ്റെ ഒരു വലിയ വിലമതിക്കാനാകാത്ത സ്വത്താണെന്ന് കരുതുന്നവരാണ് ഞങ്ങളൊക്കെ. അതുകൊണ്ട് അത് എല്ലാവർക്കും ബാധകമാണ്. അത് രണ്ടാൾക്ക് മാത്രമല്ല. മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ പതിറ്റാണ്ടുകളായി രൂക്ഷമായ രാഷ്ട്രീയ വിമർശനം നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ് താങ്കൾ. അവിടെ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിയിലെ അല്ലെങ്കിൽ പിണറായി വിജയൻ എന്ന രാഷ്ട്രീയക്കാരൻ്റെ ഏതെങ്കിലും ഒരു ഗുണം മാതൃകയാക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞ് ചൂണ്ടിക്കാണിക്കാൻ അങ്ങ് കണ്ടെത്തുന്ന ഒരു ഗുണം എന്ത്? നിശ്ചയമായും ഉണ്ട്. ഇത്ര കുടുംബസ്നേഹിയായ ഒരു അച്ഛൻ വേറെ ആളില്ല രാഷ്ട്രീയത്തിൽ. അവർക്ക് വേണ്ടി എല്ലാം ഉണ്ടാക്കുന്നത് അദ്ദേഹം. ഡോളറും സ്വർണവും കോടികളും കറൻസിയും എല്ലാം വാരിക്കോരി ഉണ്ടാക്കുന്നത് ആർക്ക് വേണ്ടിയാണ്? മക്കൾക്ക് വേണ്ടിയാണ്. മക്കളോട് ഇത്ര സ്നേഹമുള്ള ഒരു രാഷ്ട്രീയ നേതാവിനെ ഞാൻ കണ്ടിട്ടില്ല. അതിലൊരു വിമർശനം കൂടി കടന്നിട്ടുണ്ട്. എന്താ വിമർശനം? അങ്ങ് പറഞ്ഞു വെക്കുന്നത് അദ്ദേഹത്തിൻ്റെ സ്നേഹം സ്വന്തം കുടുംബത്തിൽ മാത്രം ഒതുങ്ങുകയാണ്, അതിനപ്പുറത്തേക്ക് ജനങ്ങളോടൊരു പ്രതിബദ്ധത ഇല്ല എന്നൊരു. അല്ല, അപ്പുറത്തോട്ടൊന്നും പോയിട്ടില്ലല്ലോ. അപ്പുറത്തോട്ട് എന്താ ചെയ്തത്? 8 വർഷമായി എന്താ ചെയ്തത്? അങ്ങനെയെങ്കിൽ അദ്ദേഹം പിന്നെയും തുടർച്ചയായി എങ്ങനെ ഈ കേരളത്തിന് ചരിത്രത്തിൽ ആദ്യമായിട്ട് വീണ്ടും സർക്കാരിനെ അധികാരത്തിലേക്ക് തിരികെ എത്തിക്കാൻ കൊണ്ടുവന്നു എന്നൊരു ചോദ്യം കൂടി. അത് മറ്റു എല്ലാ ഘടകകക്ഷികളും എല്ലാ ആളുകളും അവരുടെ നിലനിൽപ്പിൻ്റെ പേരിൽ അവർ വർക്ക് ചെയ്ത് ഉണ്ടാക്കി. അതിൻ്റെ അകത്ത് പിന്നെ പാർട്ടി പ്രവർത്തകന്മാരുണ്ടാവുമല്ലോ സ്വാഭാവികമായി. ഇനിയിപ്പം മുഖ്യമന്ത്രി മോശക്കാരനാണെങ്കിലും എൻ്റെ പാർട്ടി ഇന്ത്യ കേരളം ഭരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന പാർട്ടി പ്രവർത്തകന്മാരായിരിക്കുമല്ലോ. എല്ലാ പാർട്ടിക്കും അത് ആ പാർട്ടീൻ്റെ പ്രവർത്തകന്മാർ ചെയ്യുന്നുണ്ടാകാം. പക്ഷേ ഞാനീ പറഞ്ഞതിനകത്ത് ഞാൻ 100% ഉറച്ചു നിൽക്കുകയാണ്. ഇത്രയും ഒരു വഴിവിട്ട് ഭരണം നടത്തി പണമുണ്ടാക്കി ആ പണം മുഴുവൻ സ്വന്തം വീടുകളിൽ മക്കൾക്കും ഭാര്യയ്ക്കും മാത്രം നീക്കി വെച്ച ഒരു മുഖ്യമന്ത്രി ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല. എനിക്ക് അദ്ദേഹത്തോട് ബഹുമാനമാണ്. കുടുംബത്തോട് ഇത്ര സ്നേഹമുള്ള ഒരു മുഖ്യമന്ത്രിയോട് ബഹുമാനം വേണ്ടേ? ആ ബഹുമാനം എനിക്കുണ്ട്. മധ്യ കേരളത്തിലെയോ വടക്കൻ കേരളത്തിലെയോ ഒന്നും, പ്രത്യേകിച്ച് മധ്യ കേരളത്തിലെയോ തെക്കൻ കേരളത്തിലെയോ ഒന്നും രാഷ്ട്രീയ സാഹചര്യമല്ല വടക്കോട്ട് മലബാറിലേക്ക് എത്തുമ്പോൾ. അവിടെ അല്പമെങ്കിലും അങ്ങേക്കൊരു ഇഴയെടുപ്പമുള്ള ഒരു ഇടത് നേതാവ് ആരെങ്കിലും ഉണ്ടോ? ഇടത് നേതാക്കളൊക്കെ ഉണ്ട്. കൊള്ളാവുന്ന ആളുകളൊക്കെ പല നേതാക്കന്മാരായിട്ട് ഞാൻ ബന്ധമുണ്ട്. പേര് പറയുന്നില്ല. കാരണം അത് അദ്ദേഹത്തെ ക്രൂശിക്കപ്പെടും. എനിക്ക് വേണ്ടിയല്ല. അദ്ദേഹം എൻ്റെ ഒരു ഇഷ്ടക്കാരനാണെന്ന് പറഞ്ഞാൽ പാർട്ടി അയാളെ
ഒറ്റപ്പെടുത്തിയിട്ടുണ്ട്. അതൊരു സിംഗുലറാണ്, ഏകനാമമാണോ? ഒന്നല്ല, രണ്ടും മൂന്നും ഒക്കെ ഉണ്ട്. ഉണ്ട്, ഇപ്പോഴും ആ ബന്ധം അങ്ങനെ തന്നെയുണ്ട്. അങ്ങനെയുണ്ട്. ഓക്കെ, അതിൽ ഒരു കോട്ടവും തട്ടിയിട്ടില്ല? ഒരു കോട്ടവും തട്ടിയിട്ടില്ല. തീർച്ചയായിട്ടും. ഈ പാർട്ടി പ്രവർത്തകർ ആക്രമിക്കപ്പെടുകയോ അല്ലെങ്കിൽ പാർട്ടി പ്രവർത്തകർ ഉൾപ്പെട്ട അക്രമ സംഭവങ്ങളിലും അല്ലെങ്കിൽ അവർ ഉൾപ്പെട്ട മറ്റ് സംഘടനകളിലുമൊക്കെ ഈ കേസിൽ പ്രതികളാകുന്നവരെ നിർദാക്ഷിണ്യം തള്ളിപ്പറയുന്ന ഒരു സമീപനമാണ് നേതൃത്വത്തിലുള്ളവർ കാലങ്ങളായി സ്വീകരിച്ചു വരുന്നത്. പക്ഷേ താങ്കൾ KPCC അധ്യക്ഷ സ്ഥാനത്ത് എത്തിയതിന് ശേഷം വിവാദമായ പല കേസുകളിലും KSU പ്രവർത്തകരോ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരോ പ്രതികളാകുന്ന സാഹചര്യം ഉണ്ടായപ്പോൾ താങ്കൾ അവരെ ചേർത്ത് നിർത്തുന്ന ഒരു സമീപനമാണ് സ്വീകരിച്ചത്. അതിനെ അനുകൂലിച്ചും പ്രതികൂലിച്ചുമൊക്കെ വിമർശനങ്ങൾ വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. താങ്കൾ അങ്ങനെ ഒരു ശൈലി ഈ വിമർശനങ്ങൾക്കിടയിലും തുടർന്നു കൊണ്ടുപോകാനുള്ള ഞാൻ എൻ്റെ അണികളെ സംരക്ഷിക്കാൻ എനിക്ക് സാധിക്കുന്നില്ലെങ്കിൽ ഞാൻ എന്ത് നേതാവ്, ഞാൻ എന്ത് KPCC പ്രസിഡന്റ്? എൻ്റെ പാർട്ടി അണികളെ പരസ്യമായി മർദ്ദിച്ച്, ക്രൂരമായി മർദ്ദിച്ച്, വെട്ടിയും കുത്തിയും ആശുപത്രി കിടത്തുമ്പോൾ ഞാൻ നോക്കി നിൽക്കുക അല്ലെങ്കിൽ കണ്ടില്ലെന്ന് നടിച്ച് പോവുക എന്ന് പറഞ്ഞാൽ ഞാൻ മരിച്ചതിന് തുല്യമാണ്.